ഡിയർമ മെയിനായിട്ടും ഇമോഷണൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് അശ്വിനി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നുള്ളതാണ്. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലാണ് ഞാൻ ഡിയർമയെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രഗ്നൻസീസ് തമ്മിലൊരു 7 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ആങ്ഷ്യസ് ആയിരുന്നു എന്തായിരുന്നു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. 30+ ആയതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഡിയർമ മെയിനായിട്ടും ഇമോഷണൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ടാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. ഓരോ ട്രൈമസ്റ്ററിലും ശ്രദ്ധിക്കേണ്ടുന്ന ഭക്ഷണ കാര്യങ്ങൾ, ഇമോഷണൽ സപ്പോർട്ട്, ചെയ്യേണ്ടുന്ന യോഗ, മ്യൂസിക് തെറാപ്പി, ഗർഭസംവാദം, ഇതൊക്കെ ഈ ഡിയർമയുടെ സർവീസസ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു 24th വീക്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരെ ഉണ്ടായി. അപ്പോൾ എന്താണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അതെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടങ്ങി ഡയറ്റ്, ഇതിലൂടെയൊക്കെ എനിക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും ഓവർ വെയ്റ്റിലേക്ക് പോവാതെയും കുട്ടിക്ക് ഫ്ലൂയിഡ് കൂടിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെയും എനിക്ക് ഫുൾ കൺട്രോളിൽ നിർത്താൻ പറ്റിയത് ഡിയർമയുടെ ഒരു ഹെൽപ്പും കൂടി കൊണ്ടാണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ജേണി എന്ത് സംശയം ഉണ്ടെങ്കിലും, എന്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയണോ, എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാലോ ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നു. സോ എനിക്കൊരു എന്താ പറയുക, ത്രൂ ഔട്ട് മൈ ജേണി ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയായിരുന്നു. സോ ഡിയർമയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രഗ്നൻസി ജേണിയിൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരുടെ പാൽക്കഷായം. ഡയബറ്റിക് ആയിരുന്ന സമയത്ത് ഈ പാൽക്കഷായം വിത്ത് പ്രോപ്പർ ഡയറ്റ് എന്നെ ഒരു ഷുഗർ സ്പൈക്സിൽ നിന്ന് ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ടാബ്ലറ്റ്സ് എടുക്കാതെ തന്നെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഡിയർമയിലൂടെ കിട്ടിയതാണ്. അതുപോലെ തന്നെ കൂടുതൽ അവയർനെസ്, എങ്ങനെയാണ് ലേബർ പ്രോസസ്സ്, ഇങ്ങനെയുള്ള അവയർനെസ് സെഷൻസ്, യോഗ സെഷൻസ്, കൗൺസിലിംഗ് സെഷൻസ് എല്ലാം ഡിയർമയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഡിയർമ, ആൻഡ് എസ്പെഷ്യലി ഫോർ ഡോക്ടർ നയന ഫോർ ഹെൽപ്പിംഗ് ഇൻ മൈ pregnancy journey.